ബിഗ് ബോസ് സാബുമോനോട് ചെയ്തത് ശരിയാണ് എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. കുറേ പേരുടെ കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ പല വീഡിയോയ്ക്ക് കാണുന്നുണ്ട്. ബിഗ് ബോസ് നീ ചെയ്തത് ശരിയല്ല, നിങ്ങൾ ചെയ്തത് ശരിയല്ല, സാബുമോനോട് ചെയ്തത് വലിയ തെറ്റാണ്, സാബുമോനോട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് സാബുമോനുണ്ടായ നേട്ടം നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അത്രയും നാൾ ബിഗ് ബോസ് വീട്ടിൽ വലിയ ഫാൻസോ കാര്യങ്ങളോ എവിഷൻ ലിസ്റ്റിൽ വന്നു കിടന്നൊരു വ്യക്തിയാണ് സാബുമോൻ. പക്ഷെ ഒരു ടാസ്ക് കൊണ്ടാണ് സാബുമോൻ്റെ പ്ലേറ്റ് തിരിഞ്ഞത്. അതായത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വോട്ടിങ് സാബുമോന് കിട്ടുന്നുണ്ട്, ലക്ഷ്മിക്കും. കാരണം റിയാസ് വന്നതിന് പോയതിന് ശേഷം ലക്ഷ്മിക്ക് നല്ല രീതിക്ക് വോട്ടിങ് കിട്ടുന്നുണ്ട്. അതുവരെ ലക്ഷ്മി ആദില നൂറ പ്രശ്നത്തിൽ താഴെ നിന്നൊരു ഒരു ആളാണ് ലക്ഷ്മി. റിയാസ് വന്ന് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തതിന് ശേഷം ലക്ഷ്മിക്ക് എതിരെയുള്ള ഫാൻസ് എല്ലാം ലക്ഷ്മിയുടെ ഫാൻസായി മാറി. ലക്ഷ്മിക്കെതിരെ കുറേ പേരുണ്ടായിരുന്നു, അതെല്ലാം പിന്നീട് ലക്ഷ്മിയുടെ ഫാൻസായി മാറി. അതിന് റിയാസിനോട് ഒരു താങ്ക്സ് ഉണ്ട്. പിന്നെ ബിഗ് ബോസിനോട് ആ വീട്ടിൽ ഇത്രയും ജെന്യുവിനായിട്ടൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ട് എന്ന് ഞങ്ങളെ ബോധിപ്പിച്ചില്ല. അതായത് സാബുമോൻ. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയാണ്, സാബുമോൻ സത്യം പറഞ്ഞാൽ BB മെറ്റീരിയൽ അല്ല, ബിഗ് ബോസ് വീടിന് പറ്റിയൊരു വ്യക്തിയല്ല. പുള്ളി വെറും ഒരു പാവം പിടിച്ചവനാണ്. കാരണം പുള്ളിക്ക് കൊടുത്ത ടാസ്ക് പുള്ളി നല്ല നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് 100% പുള്ളി എഫോർട്ട് ഇട്ട് പുള്ളിക്ക് കൊടുത്ത ടാസ്ക് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും എവിടെയൊക്കെയോ ഇത്രയും സമയം പുള്ളി വെയിലത്തിരുന്ന് അത് കണ്ടപ്പോൾ എന്താ പറയുക, ഞാൻ ഭയങ്കരമായിട്ട് സാബുമോൻ്റെ ഒരു ഫാനായി മാറി എന്നുള്ളതാണ്. നിങ്ങൾ പറ, നിങ്ങൾക്ക് ആരെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഓക്കെ.